ഫെബ്രുവരി 28-നാണ് ഇസ്രായേലും അമേരിക്കയും ഒത്തുചേർന്ന് ഇറാനെ ആക്രമിക്കുന്നത്. പല കാരണങ്ങളാണ് ഇറാൻ്റെ മേൽ ചുമത്തിയിരുന്നത്. കാരണങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും അത് ആഗോള തലത്തിൽ സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങൾ നിരവധിയാണ്. ഫെബ്രുവരി 28-ന് തുടങ്ങി പെട്ടെന്ന് തീരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഏതെങ്കിലും ഒക്കെ കാരണവശാൽ ഒന്നുകിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ, അതുമല്ലെങ്കിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള റിയാക്ഷൻ, അതുമല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അതിനേക്കാൾ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള റിയാക്ഷൻ, ഈ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലുമായിട്ട് യുദ്ധം ഇതാ ഏപ്രിൽ 25 തീർന്നിട്ടില്ല. ഇപ്പോൾ ഇനി അത് ഉഗ്രരൂപം പ്രാപിക്കുമോ അതോ പതുക്കെ സാധാരണ രീതിയിലേക്ക് വരുമോ എന്ന ആശങ്ക. ഓരോ ദിവസവും ആ ഗതികൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൻ്റെ ഗതികൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? നമുക്കറിയാം, ആഗോള തലത്തിൽ ഇതൊരു ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ, ഈ മൂന്ന് കക്ഷികളും, ഒരു ഭാഗത്ത് അമേരിക്കയും ഇസ്രായേലും ഒരു ഭാഗത്ത് ഇറാനും ചേർന്ന് പെട്ടെന്ന് തീരുന്ന ഒരു യുദ്ധം എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ട്രംപ് പോലും വിചാരിച്ചത്, ട്രംപും അതായത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് കഴിഞ്ഞാൽ ഇറാനെ നിഷ്പ്രയാസം വളരെ വേഗം കീഴ്പ്പെടുത്താനാകും, ലക്ഷ്യത്തിലെത്താനാകും എന്നായിരുന്നു. പക്ഷേ അവരുടെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ഇറാൻ ഇപ്പോഴും തിരിച്ചടിക്കാൻ പ്രാപ്തമാണ്, കെൽപ്പുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് തന്നെ തുടരുകയാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ആഗോളതലത്തിൽ എല്ലാ സമ്പദ്ഘടനകളെയും, ആഗോള സമ്പദ്ഘടന എന്ന് തന്നെ നമുക്ക് പറയാം, വലിയ തോതിൽ പ്രതിസന്ധിയിൽ ആഴ്ത്തിയിട്ടുണ്ട് ഈ യുദ്ധം. തുടക്കത്തിൽ ചെറുതെന്ന് തോന്നി, പക്ഷേ അത് നീണ്ട് പെട്ടെന്ന് തീരുമെന്ന് തോന്നി, പക്ഷേ അത് നീണ്ടു പോവുക മൂലം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിട്ടാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് തന്നെ വരാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ ഈ ഹോർമുസ് പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി എന്താണ്? ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നു എന്ന് ഇറാൻ്റെ കസ്റ്റഡിയിലാണ് ഹോർമുസ് കടലിടുക്ക് എന്ന് പറഞ്ഞ് ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നു. അത് തുറക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നു. അങ്ങനെ തുറന്നും അടച്ചും, അതായത് പ്രശ്നങ്ങൾ കൂടുതൽ കലുഷിതമായി മാറുന്ന ഒരന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിന് ലോകത്തെ മുഴുവനും കലുഷിതമാക്കത്തക്ക രീതിയിൽ, സംഘർഷഭരിതമാക്കത്തക്ക രീതിയിൽ ഒരു വ്യാപ്തിയുണ്ട്, ഒരു പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലാകുന്നത് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നാം കേൾക്കുമ്പോഴാണ്. ഇപ്പോൾ എന്താണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഹോർമുസ് പ്രതിസന്ധി ഇന്ത്യയെ വലിയ തോതിൽ, ഇന്ത്യൻ സമ്പദ്ഘടനയെ, ഇന്ത്യൻ ജനജീവിതത്തെ വലിയ തോതിൽ ബാധിക്കുമെന്ന്. എങ്ങനെയൊക്കെ ബാധിക്കും? അപ്പോൾ അങ്ങനെ അത് വലിയ തോതിൽ ബാധിക്കുമെന്ന് പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ലോകരാഷ്ട്രങ്ങളെ മുഴുവനും സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്ന ഒരു യുദ്ധം ഉണ്ടായത് എന്ന് തന്നെ നമുക്ക് ആലോചിച്ച് നോക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൻ്റെ മുഖ്യ കണ്ണികൾ എന്ന് പറയുന്നു, 3 പേരും മുഖ്യ കണ്ണികൾ തന്നെ. പക്ഷേ ഒരു ഭാഗത്ത് ഇസ്രായേലും അമേരിക്കയുമാണ്. എന്താണ് അവരെ പ്രകോപിപ്പിക്കാൻ കാരണം? പലവട്ടം എഗ്രിമെൻറ്റിലെത്തിയതാണ് ഇറാൻ. 2015 എഗ്രിമെൻറ്റിലെത്തിയതാണ് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണവുമായി മുൻപോട്ട് പോകില്ല എന്ന്. പക്ഷേ 65% വരെ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയിരിക്കുന്നു എന്നാണ് അവസാനം മനസ്സിലാകുന്നത്. അതിലും അപ്പുറം 90% വരെ പോയിട്ടുണ്ട് എന്ന ധാരണയും പല നിരീക്ഷകർക്കും ഉണ്ട് താനും. അപ്പം അവർ ഈ യുറേനിയം സമ്പുഷ്ടീകരണം 90% വരെയൊക്കെ എത്തിച്ചിരിക്കുന്നു എന്ന് വന്നാൽ എപ്പോൾ വേണമെങ്കിലും ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളുടെ മേൽ ആറ്റം ബോംബ് വർഷിക്കാം. അങ്ങനെ വന്നാൽ 2ാം ലോക മഹായുദ്ധം അവസാനിക്കാൻ വേണ്ടി നടത്തിയ ഹിരോഷിമ നാഗസാക്കിയിലെ ആറ്റം ബോംബ് ആക്രമണം നമുക്കെല്ലാവർക്കും ഓർമ്മയിലുണ്ട്.
അത് വിതച്ച കെടുതികൾ. അപ്പോൾ അത്തരം കെടുതികൾ ലോകത്ത് ഇനിയും ഉണ്ടാകാതിരിക്കണം. അതുകൊണ്ട് ഇറാനെ ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിന്ന് മാറ്റി തടയുക, അതിന് ഇറാൻ്റെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെയും ഇസ്രായേലിൻ്റെയും താല്പര്യം. അങ്ങനെയാണ് ഫെബ്രുവരി 28-ന് ആക്രമണം നടത്തുകയും ഏറ്റവും പ്രധാനപ്പെട്ട സുപ്പീരിയർ സ്റ്റാഫുകൾ പലരും ആ കൂട്ടത്തിൽ തന്നെ മരണപ്പെടുന്നു. ആ ഒരവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അവരെ ആ യുറേനിയം സമ്പുഷ്ടീകരണം, അതായത് ആറ്റം ബോംബിലേക്ക് അടുക്കത്തക്ക രീതിയിലുള്ള സമ്പുഷ്ടീകരണം ഉണ്ടാകുകയില്ല എന്നുള്ള എഗ്രിമെൻ്റ് തെറ്റിച്ചു എന്നതായിരുന്നു ഈ യുദ്ധം തുടങ്ങാനുണ്ടായ കാരണം. പിന്നെ അതിനുശേഷം അത് ഇറാനും വിട്ടുകൊടുത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയാനാകാത്ത വിധം പരസ്പരം പോർവിളികളുമായി മുൻപോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇതൊന്നും അറിയാതെ നോക്കിയിരിക്കുന്ന ലോകം അതിൻ്റെയൊക്കെ കെടുതികൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം എന്താണ് ട്രംപ്, ഈ ഒറ്റ ലക്ഷ്യമേ ട്രംപിന് ഉണ്ടായിരുന്നുള്ളൂ? അത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതായത് ട്രംപ് ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. US-ൻ്റെ ഒരു പ്രത്യേക രീതി അനുസരിച്ച് 2 പ്രാവശ്യത്തിൽ കൂടുതൽ ഒരു വ്യക്തിക്ക് പ്രസിഡൻ്റ് ആകാൻ അവസരം കിട്ടുകയില്ല. അപ്പോൾ ഇത് 2ാമത്തെ അവസരമാണ് ഈ കിട്ടിയിരിക്കുന്നത്. ഈ അവസരം വേണ്ട രീതിയിൽ മുതലെടുക്കുക, അങ്ങനെ തൻ്റേതായ ചില കാലടിപ്പാടുകൾ അവശേഷിച്ച് കടന്നു പോകണം എന്ന ചിന്ത ട്രംപിന് വല്ലാതെ പിടികൂടിയിരുന്നു. അത് അദ്ദേഹം ഒരു സ്വേച്ഛാധിപതിയുടെ സ്വഭാവം മുഴുവനും എല്ലാ കാലഘട്ടത്തിലും പ്രകടിപ്പിക്കുന്ന മനുഷ്യനാണ് ട്രംപ്. ആദ്യ ഭരണകൂട കാലഘട്ടത്തിലും പ്രസിഡൻഷിപ്പിലും അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ തൻ്റെ കാലടിപ്പാടുകൾ ഇവിടെ അവശേഷിപ്പിച്ച് കടന്നു പോകണം, തൻ്റെ ഓർമ്മകൾ ലോകം ഉള്ളിടത്തോളം കാലം നിലനിർത്തണം എന്ന് വിചാരിച്ചാണ് എങ്കിൽ ഈ ഇറാൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണം ഇല്ലാതെയാക്കണം. പക്ഷെ അത് മാത്രമല്ല, വേറെയും ചില ഹിഡൻ അജണ്ടകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മരുമകൻ, അതിനേക്കാൾ ഉപരി മരുമകനിലേക്ക് പോകുന്നതിന് മുൻപ് പറയേണ്ട 2ാമത്തെ വളരെ പ്രധാനപ്പെട്ട കാരണം എപ്സ്റ്റീൻ ഫയലുകളാണ്. ഈ എപ്സ്റ്റീൻ ഫയലുകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ചിലരെയൊക്കെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 16 എപ്സ്റ്റീൻ ഫയലുകളാണ് ട്രംപിന് എതിരെ വിരൽ ചൂണ്ടി നിൽക്കുന്നത്. ഈ എപ്സ്റ്റീൻ ഫയലുകളൊക്കെ അതിരുവിട്ട സെക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത്തരം വൈകൃതങ്ങളുടെ കാര്യമൊന്നും ലോകം അറിയരുത് എന്ന് വിചാരിച്ച് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക. അപ്പോൾ അദ്ദേഹം പ്രസിഡൻ്റ് അല്ലാതെ ആയി കഴിഞ്ഞാൽ പിന്നെ ആരും കെയർ ചെയ്യില്ല. പക്ഷേ പ്രസിഡൻ്റായിട്ട് ഇരിക്കെ ഈ ഒരു മനുഷ്യന് ഇങ്ങനെ ഒരു ചരിത്രമുണ്ട് എന്നുള്ളത് അപഗ്രഥിക്കാനുള്ള അവസരം ജനങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. അതുകൊണ്ടാണ് ആ എപ്സ്റ്റീൻ ഫയലുകളിൽ നിന്ന് രക്ഷപ്പെടുക, അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തെ അപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് കയറുക, അപ്പോൾ അതേപ്പറ്റിയുള്ള ചർച്ച, അങ്ങനെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നെ അതുപോലെ ഒന്നാണ് മരുമകൻ്റെ ബിസിനസ്. മരുമകൻ ജാരദ് കുഷ്ണർ ഗാസയിലെ ബീച്ച് റിസോർട്ട്, അതായത് ബീച്ച് റിസോർട്ട് ബിസിനസ്സുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെട്ടതാണ്, വളരെ അടുപ്പമുള്ള ആളാണ്. എന്ന് വെച്ചാൽ ബീച്ച് റിസോർട്ട്സിൻ്റെയൊക്കെ ഓണർ, അങ്ങനെ ഉള്ള ബിസിനസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആ മരുമകന് വേണ്ടി അദ്ദേഹത്തിന് ഗാസയിലും ബീച്ച് റിസോർട്ട് പോലെയുള്ള സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുക്കുക, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അതുപോലെ തന്നെ അദ്ദേഹം കാലടിപ്പാടുകൾ ഇവിടെ ഉറപ്പിച്ചു പോകണം എന്ന് പറയുമ്പോൾ ഇസ്ലാമിക് ടെററിസം ഇല്ലായ്മ ചെയ്യുക, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഇസ്ലാമിക് ടെററിസം ഇല്ലായ്മ ചെയ്യുക, അത് ഇറാനെ ഒരു വരുതിക്ക് നിർത്താൻ പറ്റുകയാണെങ്കിൽ ഇസ്ലാമിക് ടെററിസം ഇല്ലായ്മ ചെയ്തു എന്നതിൻ്റെ ക്രെഡിറ്റ് തനിക്ക് കിട്ടും എന്നതായിരുന്നു അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചിഴച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ ഇതൊക്കെയാണ് ട്രംപിനെ ഇതിലേക്ക് വലിച്ചിഴച്ചതെങ്കിൽ നെതന്യാഹുവിനെ വലിച്ചിഴയ്ക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? അതുമാത്രവുമല്ല, ട്രംപ്, നമുക്ക് ഓർമ്മയുണ്ട് നെതന്യാഹുവിലേക്ക് പോകുന്ന ട്രംപ് ഭരണത്തിലേറിയ സമയത്ത് നൊബേൽ പ്രൈസ് ഫോർ പീസ് ഡിസ്കഷൻ വന്ന സമയത്ത് തന്നെ താൻ അതിന് അർഹനാണ് എന്ന രീതിയിൽ തനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടണമെന്ന് വരെ ആഗ്രഹിച്ച് കരുക്കൾ നീക്കിയവനാണ് ട്രംപ്.
അതുമാത്രവുമല്ല, യുദ്ധം തുടങ്ങിയതിന് ശേഷം പോപ്പിനോട് പോലും, അതായത് പോപ്പ് എന്ന് പറയുമ്പോൾ 168 കോടി ക്രിസ്ത്യാനികൾ ഇപ്പോഴുണ്ട്. ആ 168 കോടി ക്രിസ്ത്യാനികളിൽ 140 കോടിയും കത്തോലിക്കരാണ്. ആ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണ് പോപ്പ് എന്ന് പറയുന്നത്. ആ പോപ്പിനോട് പോലും കടിപിടി കൂട്ടാൻ തയ്യാറായി. അത് പോപ്പ് തിരിച്ച് പ്രതികരിച്ചതൊക്കെ വളരെ സൗമ്യ ഭാഷയിലാണ്, യേശുക്രിസ്തു പഠിപ്പിച്ച ഭാഷയിലാണ്. യുദ്ധമല്ല, സമാധാനമാണ് ലോകത്തിനാവശ്യം എന്ന രീതിയിലാണ് പോപ്പ് പ്രതികരിച്ചത്. പക്ഷേ ട്രംപിൻ്റെ പ്രതികരണം പലതരത്തിലുമായിരുന്നു. നമുക്കതിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ. അപ്പോൾ അങ്ങനെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ആഗ്രഹിച്ച ആളാണ് പോപ്പിൻ്റെ വരെ മേൽ മെക്കിട്ട് കയറാൻ പോയത്, സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ച് കിട്ടാൻ എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള ആ ട്രംപ് ഈ യുദ്ധം മുഖാന്തരം എന്താ ചെയ്തത്? 1 ഡസനിലേറെ അമേരിക്കൻസ് തന്നെ കൊല്ലപ്പെട്ടു. അമേരിക്കയിൽ നിന്ന് US-ൽ നിന്ന് വളരെ ദൂരെയുള്ള പ്രദേശത്താണ് യുദ്ധം. എന്നിട്ട് പോലും 1 ഡസനിൽ ഏറെ അമേരിക്കൻസ് കൊല്ലപ്പെട്ടു. 100-ലധികം അമേരിക്കൻസിന് മുറിവ് പറ്റി. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അമേരിക്കയിൽ തന്നെ ഉണ്ടായി. ആഗോളതലത്തിലുണ്ടായ മറ്റ് എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും പ്രത്യാഘാതങ്ങൾ ഇന്ത്യ പോലെ തന്നെ അമേരിക്കൻ ജനതയ്ക്കും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ അനുരണനങ്ങൾ അമേരിക്കയിൽ കേട്ടു തുടങ്ങി. അപ്പോൾ അത്തരമൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇനി നെതന്യാഹുവിനെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അറുതി വരുത്തുക. കാരണം ഇസ്ലാമിക് റിപ്പബ്ലിക്ക് എപ്പോഴും ഇസ്രായേലിനെതിരാണ് എന്ന ഒരു ചിന്ത ഇസ്രായേലിസ്റ്റുകളുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതിന് അറുതി വരുത്തി ആ ക്രെഡിറ്റ് സ്വന്തം പേരിലാക്കുക. പിന്നെ ഇസ്രായേലിനകത്ത് തന്നെ നെതന്യാഹുവിനെതിരെയുള്ള കരുനീക്കങ്ങൾ ഇല്ലായ്മ ചെയ്യുക. ഇങ്ങനെയുള്ള ചില ലക്ഷ്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇസ്രായേൽ ട്രംപിനെ പ്രകോപിപ്പിച്ച് ട്രംപിനെ കൂട്ടിച്ചേർത്ത് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നത്. അപ്പോൾ ആ യുദ്ധത്തിൻ്റെ കെടുതികളെ പറ്റിയാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റി പറഞ്ഞത്? ഇപ്പോൾ ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം ഇപ്പോൾ ഏപ്രിൽ 25 ഒരു വലിയ കെടുതിയാണ് ലോകത്താകമാനം ഇത് വിതച്ചിരിക്കുന്നത്. അങ്ങനെ കെടുതികൾ വിതച്ച ഈ യുദ്ധം ഇന്ത്യയെ ഏത് രീതിയിലാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചില ഓർമ്മപ്പെടുത്തലുകളിൽ നിന്ന്, ചില ചൂണ്ടിക്കാട്ടലുകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വായ്പ അവലോകന കമ്മിറ്റി യോഗം, അത് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു. ആ വായ്പ അവലോകന കമ്മിറ്റി യോഗം ഇക്കഴിഞ്ഞ ബുധനാഴ്ചയല്ല, അതിൻ്റെ അങ്ങേ ബുധനാഴ്ചയായിരുന്നു യോഗം ചേർന്നത്. ആ യോഗത്തിൻ്റെ റിസൾട്ട്, ആ യോഗത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഇപ്പോൾ എല്ലാ ആഗോള റേറ്റിംഗ് ഏജൻസീസും പറഞ്ഞിട്ടുണ്ട്, ആഗോള തലത്തിൽ ഓരോ രാഷ്ട്രത്തിൻ്റെയും GDP, അതായത് ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ വളർച്ചയിൽ കുറവുണ്ടാകും. ഈ ഏതാനും മാസങ്ങൾ കൊണ്ട് ഈ യുദ്ധം വരുത്തിവെച്ച കെടുതി, അതുമൂലം എല്ലാ രാജ്യങ്ങളുടെയും ആഭ്യന്തര മൊത്ത വരുമാനത്തിൽ, ഉൽപ്പാദനത്തിലും വരുമാനത്തിലും കുറവുണ്ടാകും എന്ന് എല്ലാ സെൻട്രൽ ബാങ്കുകളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യുണൈറ്റഡ് നേഷൻസും ആ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഈ അവരുടെ വായ്പാ അവലോകന കമ്മിറ്റി കൂടി, ആ കമ്മിറ്റിയുടെ അഭിപ്രായമായിട്ട് ഇങ്ങനെ ഒന്നാമത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ GDP-യിൽ കുറവുണ്ടാകും. അതായത് നമ്മുടെ ആഭ്യന്തര മൊത്ത വരുമാനത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ താഴേക്ക് പോകും. രണ്ടാമത്തെ കാര്യം, പണപ്പെരുപ്പം വർദ്ധിക്കാനാണ് ഇട. അത് മാത്രമല്ല, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് ആഭ്യന്തര മൊത്ത ഉൽപ്പാദനത്തിൽ കുറവുണ്ടാകും എന്ന് പറഞ്ഞു. എന്നിങ്ങനെയാണ് കുറവുണ്ടാവുക? ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ആണ് ആഭ്യന്തര മൊത്ത ഉൽപ്പാദനത്തിൽ കുറവുണ്ടാക്കാൻ കാരണം. അങ്ങനെ ആഭ്യന്തര മൊത്ത ഉൽപ്പാദനത്തിൽ കുറവുണ്ടാക്കത്തക്ക രീതിയിൽ ഹോർമുസ് കടലിടുക്കിന് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ എങ്ങനെ കഴിയും? നമുക്കറിയാം, നമുക്ക് ആവശ്യമുള്ളത്ര, അതായത് ചില റേറ്റിംഗ് ഏജൻസീസ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ 80% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്.
ഈ ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതിയൊക്കെ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് നടക്കുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ബാധിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഐറ്റമാണ്. അപ്പോൾ ആ ഒരു ഐറ്റത്തിൻ്റെ ഇറക്കുമതി തന്നെ ബുദ്ധിമുട്ടിലാവുക എന്ന് വെച്ചാൽ സമസ്ത മേഖലകളെയും സ്തംഭിപ്പിക്കാൻ, ഒരു പരിധി വരെ സ്തംഭിപ്പിക്കാൻ അതിന് കഴിയും. അതുമാത്രവുമല്ല, ആ സ്തംഭനം കൊണ്ടും മാത്രമല്ല അതിൻ്റെ വില കൂടുതൽ. ഇപ്പം തന്നെ ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വില $105 എത്തി നിൽക്കുന്നു അന്താരാഷ്ട്ര രംഗത്ത്. അപ്പോൾ അതിൻ്റെ അനുരണനങ്ങൾ ഓരോ രാജ്യത്തും, പ്രത്യേകിച്ച് നമ്മെപ്പോലെ ഈ നമ്മൾ 80% എന്ന് പറയുന്നു, ചില റേറ്റിംഗ് ഏജൻസീസിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ 90% ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുകയാണ് എന്നാണ് പല റേറ്റിംഗ് ഏജൻസീസും കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്ന ക്രൂഡ് ഓയിൽ, അതിലാണ് തടസ്സം നേരിട്ടിരിക്കുന്നത് ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ മൂലം. അപ്പോൾ ഈ ഇന്ധനത്തിൻ്റെ വരവ് കുറയുന്നതോടുകൂടി വില കൂടുന്നു, ഇന്ധനത്തിൻ്റെ വില കൂടുന്നു. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള പല ഉൽപ്പന്നങ്ങൾ, അപ്പം മറ്റു ഉൽപ്പന്നങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. ഈ ഇന്ധനത്തിൻ്റെ വരവ് കുറയുന്നു, അതുപോലെ തന്നെ ആഗോളതലത്തിൽ ഈ വില കൂടുന്നു, അതായത് ഇന്ധനത്തിൻ്റെ വില കൂടുന്നു, നമ്മുടെ കയറ്റുമതി കുറയുന്നു, ഇറക്കുമതിയും കുറയുന്നു, അതായത് ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ മൂലം. പക്ഷേ കയറ്റുമതിയും കുറയുന്നു, നമുക്ക് കിട്ടുന്ന ക്രൂഡ് ഓയിൽ പോലെയുള്ള ഉൽപ്പന്നങ്ങളുടെ വില അന്താരാഷ്ട്ര തലത്തിൽ വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റുക? ഇറക്കുമതി കുറഞ്ഞ് കയറ്റുമതി കൂടുമ്പോഴാണ് അടവുശിഷ്ട ബാക്കി, അതായത് നമ്മുടെ അന്താരാഷ്ട്ര വ്യാപാരത്തിലെ മിച്ചമുണ്ടാവുക. അതിനെയാണ് അടവുശിഷ്ട ബാക്കി മിച്ചമായിരിക്കുക. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അല്ല, കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ഉണ്ടാവുക. കറണ്ട് അക്കൗണ്ട് സർപ്ലസ്, അതായത് നമ്മൾ കയറ്റി അയക്കുന്നതും ഇറക്കുമതി ചെയ്യുന്നതും തമ്മിലുള്ള മൂല്യത്തിലെ വ്യത്യാസം. കയറ്റി അയക്കുന്നതിലെ മൂല്യമാണ് ഇറക്കുമതി ചെയ്യുന്നതിലെ മൂല്യത്തിനേക്കാൾ കൂടുതലുള്ളത് എങ്കിൽ അതിനെ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് എന്ന് പറയും. അപ്പോൾ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ മൂല്യം കയറ്റുമതി ചെയ്യുന്നതിൻ്റെ മൂല്യത്തേക്കാൾ കൂടുതലാണെങ്കിൽ അടവുശിഷ്ട കമ്മി എന്ന് പറയും. മറിച്ച് കയറ്റുമതി ചെയ്യുന്നതിൻ്റെ മൂല്യം ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ മൂല്യത്തേക്കാൾ കുറവാണെങ്കിൽ അടവുശിഷ്ട മിച്ചം എന്ന് പറയും, കൂടുതലാണെങ്കിൽ. അതായത് കയറ്റുമതി ചെയ്യുന്നതിൻ്റെ മൂല്യം ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ മിച്ചം കമ്മി, ഈ രണ്ട് വാക്കുകളാണ്. അപ്പം നമുക്ക് സാധാരണ രീതിയിൽ മിച്ചമല്ല കമ്മിയാണ് ഉണ്ടാകാറുള്ളത്. അടവുശിഷ്ട ബാക്കി മിക്കവാറും കമ്മിയാണ് ഇന്ത്യക്ക് വരാറുള്ളത്. പക്ഷേ ആ കമ്മിയിൽ തന്നെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അപ്പം ഈ വർഷം ഈ ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നം കാരണം നമ്മുടെ കയറ്റുമതി, ഗൾഫ് മേഖല വഴിയായിട്ടുള്ള കയറ്റുമതി വലിയ തോതിൽ നിയന്ത്രിക്കപ്പെട്ടു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ കയറ്റുമതി വരുമാനം വളരെ കുറഞ്ഞു, ഇറക്കുമതിയിലും കുറവുണ്ടായി ഹോർമൂസ് കടലിടുക്ക് പോലെ. പക്ഷേ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമുക്ക് ആവശ്യമുള്ള ഇന്ധനം 90%, 80 മുതൽ 90% വരെ ഇന്ധനം ഇറക്കുമതി ചെയ്യേണ്ട ഇന്ത്യ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഏത് മാർഗവും ഇറക്കുമതി ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിച്ചത്? നമുക്ക് അടവുശിഷ്ട ബാക്കി വലിയ തോതിൽ കമ്മിയാകുന്നു. അങ്ങനെ കമ്മി ഉണ്ടായാൽ വലിയൊരു പ്രശ്നമുണ്ട്. അതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രത്യേകമായിട്ട് ഇപ്പോൾ ഇവിടെ എടുത്തു കാണിക്കുന്നത്. എപ്പോഴൊക്കെ അടവുശിഷ്ടം കമ്മിയായിത്തീരുന്നുവോ ആ കമ്മി നികത്തണമെങ്കിൽ നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ബാക്കിംഗ് ആയിട്ട്, അതായത് അതിൻ്റെ എന്താ പറയുക, ബാക്കിംഗ് എന്ന് വെച്ചാൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട്, അതായത് പേപ്പർ കറൻസി ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ മൂല്യം പിടിച്ചു നിർത്താനായിട്ട് ഓരോ സെൻട്രൽ ബാങ്കുകളും അതിൻ്റെ കമ്മട്ടത്തിൽ, അതിൻ്റെ സൂക്ഷിപ്പ് കേന്ദ്രത്തിൽ സ്വർണം, മറ്റു പ്രധാനപ്പെട്ട കറൻസികൾ എന്നിവ കരുതി വയ്ക്കും. കരുതൽ ശേഖരം. അങ്ങനെ കരുതൽ ശേഖരത്തിൽ ഇരിക്കുന്ന സ്വർണം, ആ കരുതൽ ശേഖരത്തിൽ നമ്മൾ ഡോളർ, പൗണ്ട് സ്റ്റേർലിംഗ് ഇങ്ങനെയുള്ള മൂല്യവത്തായ കറൻസികൾ, ആഗോളതലത്തിൽ കൂടുതൽ ആവശ്യമുള്ള കറൻസികൾ, കൂടുതൽ മൂല്യവത്തായ കറൻസികളും ശേഖരിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടവുശിഷ്ട ബാക്കി എങ്ങനെയാണ് നികത്തേണ്ടത്?
ഒന്നുകിൽ ഈ കറൻസികൾ കൊടുത്ത് ആവശ്യമനുസരിച്ച്, അതുമല്ലെങ്കിൽ സ്വർണം കൊടുത്തു തന്നെ നമ്മൾ ഈ കമ്മി നികത്തേണ്ടി വരും. അങ്ങനെ അതുകൊണ്ടാണ് ഈ യുദ്ധം നമ്മളിൽ ഏൽപ്പിക്കുന്ന മറ്റൊരു പ്രഹരമാണ്. അതായത് ഹോർമുസ് കടലിടുക്കിലെ ഈ പ്രതിസന്ധി മൂലം നമുക്ക് കയറ്റി അയക്കൽ കുറഞ്ഞു പോകുന്നു. ഇറക്കുമതിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കുറവുണ്ടാകുന്നത് കയറ്റുമതിയിലാണ്. അപ്പം അതിൻ്റെ ഫലമായിട്ട് അടവുശിഷ്ട ബാക്കി വർദ്ധിക്കുന്നു. അടവുശിഷ്ട ബാക്കി വർദ്ധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അവിടെ സെൻട്രൽ ബാങ്കിൽ ബാക്കിംഗ് ആയിട്ട്, കറൻസിയുടെ ബാക്കിംഗ് ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ഡോളർ പോലെയുള്ള കറൻസികൾ കൊടുത്ത് ആ കമ്മി നികത്തേണ്ടി വരും. അത് വലിയ ഒരു തിരിച്ചടിയാണ് നമ്മുടെ സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം. അപ്പം നമ്മുടെ സമ്പദ്ഘടനയിൽ ഒന്നാമതായിട്ട് നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നാം കൊടുക്കേണ്ടി വരുന്ന, അതായത് നമ്മുടെ GDP-യിൽ ഉണ്ടാകുന്ന ഇടിവാണ്. GDP-യിൽ ഇടിവുണ്ടാകുന്നതോടൊപ്പം മറ്റൊരു വലിയ ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞതുപോലെ റിസർവ് ബാങ്കിൻ്റെ കമ്മട്ടത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണമോ അല്ലെങ്കിൽ ഇതര കറൻസികളോ എടുത്ത് ഈ അടവുശിഷ്ട ബാക്കിയിലെ കമ്മി നികത്തേണ്ടി വരുന്നു എന്നുള്ളത്. അപ്പം അതായത് റിസർവ് ബാങ്കിൻ്റെ കണക്കനുസരിച്ച് GDP-യിൽ വരാവുന്ന വളർച്ച 6.9% വരെയാണ്. അപ്പോൾ അതിനേക്കാൾ ഉയർന്ന റേറ്റിലുള്ള GDP ഗ്രോത്ത് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ കുറഞ്ഞ ഒരു GDP ഗ്രോത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ അതായത് 6.9% ഗ്രോത്ത് പ്രതീക്ഷിക്കുമ്പോൾ ഇപ്പോൾ ഇടിവുണ്ടാകും അഥവാ കുറവുണ്ടാകും എന്നത് കണക്ക് കൂട്ടുന്നത് 0.5%-നും 0.9%-നും ഇടയ്ക്കാണ്. അതായത് 0.5%-നും 0.9%-നും ഇടയ്ക്കുള്ള കുറവ് GDP വളർച്ചയിൽ ഉണ്ടാകും എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇനി അത് മാത്രവുമല്ല, ഇനി വേറെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇതിപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരെ നമ്മുടെ മോണിറ്ററി മേഖലയെ പറ്റിയും GDP-യുടെ വളർച്ചയെ പറ്റിയുമാണ് ഇങ്ങനെ രേഖപ്പെടുത്തുന്നത്. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ഓഹരി വിപണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഓഹരി വിപണി ഓരോ ദിവസവും ചാഞ്ചാട്ടത്തിലാണ്. ഓഹരി വിപണി ചാഞ്ചാടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലുള്ള വിദേശ നിക്ഷേപകർ അവരുടെ ഓഹരികൾ വിറ്റ് ആ പണം അവർ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഓഹരികൾ വിറ്റ് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട തിരിച്ചടി ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞതുമായിട്ട് ലിങ്ക് ചെയ്ത് നമുക്ക് വായിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് അങ്ങനെ ലിങ്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്? അതായത് ഓഹരി വിറ്റ് പണം പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ അവർക്കത് ഡോളറിലായിരിക്കും വേണ്ടി വരിക, അതല്ലെങ്കിൽ പൗണ്ട് സ്റ്റേർലിങ്ങിലായിരിക്കും വേണ്ടി വരിക. അപ്പോൾ ആ കറൻസിയിൽ തന്നെ നാം കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെയാണ് നമ്മുടെ കമ്മട്ടത്തിലിരിക്കുന്ന ഡോളർ കറൻസി അല്ലെങ്കിൽ അതുപോലെയുള്ള കറൻസികൾ പുറത്തേക്ക്, അല്ലെങ്കിൽ സ്വർണം പോലെയുള്ളവ പുറത്തേക്ക് പോകേണ്ടി വരുന്നത്. ഉദാഹരണത്തിനായിട്ട് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഓഹരി വിപണിയിലെ 7.17 ലക്ഷം, അതായത് ഫെബ്രുവരി 28-ന് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെയുള്ള ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടം നോക്കുകയാണെങ്കിൽ 7.17 ലക്ഷം കോടിയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓഹരി വിപണി. ഫെബ്രുവരി 28-നും ഏപ്രിൽ 25-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ, ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെയാണ് 7.17 ലക്ഷം കോടിയുടെ അല്ലെങ്കിൽ 7,17,000 കോടിയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെച്ചാൽ അത്രയധികം ഓഹരികൾ വിറ്റഴിക്കപ്പെട്ടു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പം നമ്മുടെ അടവുശിഷ്ട ബാക്കിയൊക്കെ അത് സ്വാധീനിക്കും. ഇനി IT ഓഹരികളുടെ കാര്യം എടുക്കുക. IT ഓഹരികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ തന്നെ 7% ഇടിവാണ് ഇൻഫോസിസിൻ്റെ ഓഹരികളിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7% ഇടിവ്. അപ്പോൾ ഈ ഓഹരികളിലൊക്കെ ഇടിവുണ്ടാകുമ്പോൾ അവരുടെ ലാഭം കുറയുമ്പോഴും മറ്റ് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും വലിയ തോതിൽ തൊഴിലാളികളെ പിരിച്ചുവിട്ടേക്കാനും സാധ്യതയുണ്ട് എന്നത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇനി മറ്റൊരു മേഖല, വളരെ ഗുരുതരമായിട്ട് ഈ യുദ്ധം ബാധിക്കുന്ന മറ്റൊരു മേഖല മരുന്ന് നിർമ്മാണ മേഖലയാണ്. വലിയ പ്രതിസന്ധിയിലാണ് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. വലിയ തോതിൽ തൊഴിൽ സൃഷ്ടിക്കുകയും
മരുന്നുൽപാദനം നടത്തുകയും മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഫാർമസിയുടെ മരുന്നുകൾ കയറ്റി അയക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഹബ്ബായ ഇന്ത്യയുടെ ആ ഫാർമസ്യൂട്ടിക്കൽ മേഖലയെ തകർക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്രയധികം അതായത് മരുന്ന് നിർമ്മാണ രംഗത്ത്, അതുപോലെ തന്നെ MRI സ്കാനിങ് പോലെയുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ നിർമ്മാണ രംഗത്തുമൊക്കെ വേണ്ട ചില ഉൽപ്പന്നങ്ങളുണ്ട്, ചില റോ മെറ്റീരിയൽസ്. എന്തൊക്കെയാണ്? അമോണിയം, ഹീലിയം എന്നിവ പൂർണ്ണമായും നാം ഇറക്കുമതി ചെയ്യും. ഇത് രണ്ടും വളരെ അത്യാവശ്യമാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഈ MRI മെഷീനുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് ദ്രവരൂപത്തിലുള്ള ഹീലിയം അനിവാര്യമാണ്. അപ്പോൾ ആ ദ്രവരൂപത്തിലുള്ള ഹീലിയം ഉണ്ടെങ്കിൽ മാത്രമേ MRI സ്കാനിങ് പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ഒക്കൂ. അപ്പോൾ ആ മേഖലകളൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ യുദ്ധം നീണ്ടുപോയാൽ വീണ്ടും അത് ബുദ്ധിമുട്ടിലാകും എന്നുള്ളതാണ്. ദ്രവ ഹീലിയം നാം ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കാലത്തും ഖത്തറിൽ നിന്നാണ്. അപ്പോൾ ആ മേഖലയിൽ നിന്നുള്ള ഇറക്കുമതിയും കയറ്റുമതിയും ബുദ്ധിമുട്ടിലായതോടുകൂടി ആണ് ഈ ഹീലിയത്തിൻ്റെ ഇറക്കുമതി ബുദ്ധിമുട്ടിലായി തീർന്നത്. അതുമാത്രവുമല്ല, കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഈ യുദ്ധം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ രാസവളം ഇറക്കുമതി, രാസവളം കുറച്ച് യൂറിയ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് അമോണിയ, കുറച്ച് രാസവളങ്ങളൊക്കെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ആവശ്യത്തിൻ്റെ വലിയ ഒരു ഭാഗം രാസവളങ്ങളും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഉദാഹരണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ, ഒരു രാസവളമാണ് പൊട്ടാസിക് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്, പൊട്ടാസ്യം. ഈ പൊട്ടാസിക് ഫെർട്ടിലൈസേഴ്സ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. നാം റഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പൊട്ടാസിക് ഫെർട്ടിലൈസേഴ്സ് ഇറക്കുമതി ചെയ്യണം. വലിയ തോതിൽ ആവശ്യമുള്ള ഒരു യൂറിയ പോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പൊട്ടാസിക് ഫെർട്ടിലൈസേഴ്സ്. ഉദാഹരണത്തിന് നമ്മൾ ഈ വർഷം കേരളത്തിലെ കാര്യം മാത്രം എടുത്താൽ മതി. തേങ്ങയുടെ വില, 1 കിലോഗ്രാം വെളിച്ചെണ്ണയ്ക്ക് വില 500 രൂപയിൽ മുകളിലായിരുന്നു ഓണക്കാലമായപ്പോഴേക്കും. എന്തുകൊണ്ടാണ് വെളിച്ചെണ്ണയുടെ വില കൂടിയത്? തേങ്ങയുടെ ഉൽപ്പാദനം കുറഞ്ഞതുകൊണ്ട്. തേങ്ങയുടെ ഉൽപ്പാദനം കുറയാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? തെങ്ങിന് ഏറ്റവും ആവശ്യമുള്ള ഫെർട്ടിലൈസർ രാസവളം എന്ന് പറയുന്നതാണ് പൊട്ടാസ്യം. ആ പൊട്ടാസ്യം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. പൊട്ടാസ്യം ഇറക്കുമതി ചെയ്യാൻ, അതായത് റഷ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം ഇറക്കുമതി ചെയ്യുന്നത്. അത് റഷ്യ-യുക്രൈൻ യുദ്ധം തുടങ്ങിയത് മുതലേ വലിയ പ്രതിസന്ധികളിലാണ് ഇറക്കുമതിയും അതിൻ്റെ വിലയും ഒക്കെ. അങ്ങനെ വലിയ തോതിൽ പൊട്ടാസ്യത്തിൻ്റെ വില ഉയർന്നുകൊണ്ട് തെങ്ങ് കർഷകരൊന്നും തെങ്ങിന് പൊട്ടാസ്യം വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല. അങ്ങനെയാണ് തെങ്ങിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു പോയതും 500 രൂപയിലേക്ക് വെളിച്ചെണ്ണയുടെ വില കുതിച്ചുയർന്നതും. അപ്പോൾ ഇത് തെങ്ങിനെ മാത്രമല്ല, റബ്ബറാകട്ടെ, അല്ലെങ്കിൽ നെല്ലാകട്ടെ, ഗോതമ്പാകട്ടെ, ഏത് കൃഷിക്കും, അതായത് NPK, അതായത് നൈട്രജൻ, ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം, ഈ 3 വളങ്ങളും പിന്നെ വ്യത്യസ്തമായ അളവുകളിലാണ്. ഓരോ വിളയ്ക്കും അതിൻ്റേതായ അളവുണ്ട്. ആ അളവിലാണ് വേണ്ടത്. പക്ഷേ ആ അളവിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങൾ കൊടുത്താൽ മാത്രമേ നല്ല വിളവ് തരൂ. ആ വിളവ് കിട്ടാതെ പോകുന്നത് കൊണ്ട് ഇന്ത്യയിലെ ആകെ കാർഷിക മേഖല ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ് ഇപ്പോൾ ഈ യുദ്ധം കാരണം. അതായത് ശരിക്കും പറഞ്ഞാൽ റഷ്യ-യുക്രൈൻ വാർ തുടങ്ങിയ കാലം മുതൽ തന്നെ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് ഇന്ത്യയിൽ വലിയ തോതിൽ വില വർധനവ് ഉണ്ടായിട്ടുണ്ട്. അത് കർഷകരെ വലിയ തോതിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം, നെല്ലിൻ്റെ പ്രൊക്യൂർമെൻറ്റ് പ്രൈസ് പോലും, സപ്പോർട്ട് പ്രൈസ് പോലും സമയത്ത് കൊടുക്കാത്ത ഒരു ഗവൺമെൻറ് ആയിരുന്നു കേരളത്തിലുണ്ടായിരുന്ന ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. അത് കാരണം കൊണ്ട് കർഷകർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചത്. അതുകൊണ്ടുകൂടിയാണ് തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഒക്കെ അത്രയധികം വില കയറുന്ന ഒരവസ്ഥയുണ്ടായത്. അപ്പം അങ്ങനെ പറയപ്പെട്ടതുപോലെ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ അതുമാത്രവുമല്ല, ഏറ്റവും കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുന്ന ഒരു മേഖലയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. കാർഷിക ഇൻഡസ്ട്രി നമുക്കറിയാം, ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ 48% പേരും തൊഴിൽ ചെയ്ത് ജീവിക്കുന്നത് കാർഷിക മേഖലയിലാണ്. ആ കാർഷിക മേഖല പോന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, തൊഴിൽ സൃഷ്ടിക്കുന്ന വളരെ പ്രധാനപ്പെട്ട, അത് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് മാത്രമല്ല, ലാർജ് കോർപ്പറേറ്റ്സും ടെക്സ്റ്റൈൽ മേഖലയിലുണ്ട്.
അപ്പോൾ ഈ ടെക്സ്റ്റൈൽ വലിയ ഒരു തൊഴിൽ സൃഷ്ടിക്കുന്ന മേഖലയാണ്. അവിടെയും ഈ പറയപ്പെട്ട ഇറക്കുമതി ഉൽപ്പന്നങ്ങളുടെ അത്യാവശ്യം ഉള്ളതാണ്. അപ്പോൾ ആ മേഖലയൊക്കെ വലിയ എന്താണ് സംഭവിക്കുക? അപ്പോൾ ഈ യുദ്ധം കാരണം, ഈ യുദ്ധം ഇങ്ങനെയുള്ള തൊഴിൽ സൃഷ്ടിക്കുന്ന മേഖലകളെ വലിയ തോതിൽ ബാധിക്കുക മൂലം തൊഴിൽ തന്നെ കുറയുന്നു. തൊഴിൽ കുറയുമ്പോൾ എന്താണ് ഉണ്ടാവുക? തൊഴിൽ കുറയുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ വാങ്ങൽ ശേഷി, അതായത് തൊഴിൽ നഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ വാങ്ങൽ ശേഷി അതുപോലെ തന്നെ ഇല്ലാതെയാവുകയാണ്. അങ്ങനെ തൊഴിൽ നഷ്ടപ്പെടുന്നവരുടെ വാങ്ങൽ ശേഷി ഇല്ലാതെയാകുന്നതോടുകൂടി സമ്പദ്ഘടന മാന്ദ്യത്തിലേക്കാണ് പോകേണ്ടത്. പക്ഷേ യുദ്ധാനന്തര പശ്ചാത്തലത്തിൽ എന്ന് പറയേണ്ട, യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിൽ മാന്ദ്യത്തിലേക്ക് പോവുകയില്ല. കാരണം ഈ പറയപ്പെട്ട പലതും നമ്മൾ ഈ പറയപ്പെട്ട എണ്ണ, അതായത് ക്രൂഡ് ഓയിലിൻ്റെയും മറ്റതുപോലെ നാച്ചുറൽ ഗ്യാസിൻ്റെയും ഒക്കെ വിലക്കയറ്റം ഉണ്ടാകും. ആഗോളതലത്തിലെ വിലക്കയറ്റം ഉണ്ടാകും. അതിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അതിനേക്കാൾ വിലക്കയറ്റം ഇവിടെ ഉണ്ടാകും. അതുവഴിയായിട്ട് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വിലക്കയറ്റം. അപ്പോൾ ഒരു ഭാഗത്ത് തൊഴിലില്ലായ്മ, ആൾക്കാരുടെ കയ്യിൽ വാങ്ങൽ ശേഷി ഇല്ലാതെയാവുക, മറുവശത്ത് ഈ പറയപ്പെട്ട യുദ്ധം സൃഷ്ടിക്കുന്ന പണപ്പെരുപ്പം, അതിനോട് എങ്ങനെ ബന്ധപ്പെട്ട് മുൻപോട്ട് പോകാൻ പറ്റും? അത്തരം പ്രതിസന്ധികളൊക്കെ വലിയ തോതിൽ ഉടലെടുക്കുകയാണ് ഈ യുദ്ധത്തിൻ്റെ പ്രത്യാഘാതം എന്നോണം. അപ്പോൾ ഇങ്ങനെ സമസ്ത മേഖലയെയും ഈ യുദ്ധം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ ജി ഡി പിയുടെ വളർച്ചയെ അത് കുറയ്ക്കും. അതുപോലെ തന്നെ പരമപ്രധാന മേഖലകൾ, അതായത് 8 വ്യവസായങ്ങളെ കോർ വ്യവസായങ്ങൾ എന്നാണ് നമ്മൾ രേഖപ്പെടുത്താറുള്ളത്. ഏതൊക്കെയാണ് ഈ കോർ വ്യവസായങ്ങളിൽപ്പെട്ട വ്യവസായങ്ങൾ? അതായത് നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം റിഫൈനറി മേഖല, അതുപോലെ സിമൻറ്റ്, സ്റ്റീൽ പ്രൊഡക്ഷൻ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് പ്രൊഡക്ഷൻ, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ ഈ കോർ ഇൻഡസ്ട്രീസിൽ പെട്ടതാണ്. അപ്പോൾ ഈ കോർ ഇൻഡസ്ട്രീസിൻ്റെ ഉൽപ്പാദനം ഈ കഴിഞ്ഞ 3 മാസം കൊണ്ട് തന്നെ 0.4% ഇടിവ് രേഖപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോർ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ആ കോർ ഇൻഡസ്ട്രീസ് ആണ് അതിൻ്റെ ചങ്ങലക്കണ്ണികൾ പോലെ പുറകോട്ടും മുന്നോട്ടുമുള്ള രാഷ്ട്രത്തിൻ്റെ നമ്മുടെ GDPയുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയുള്ള ആ പരമപ്രധാന വ്യവസായങ്ങളിൽ ഇടിവ് എന്ന് പറഞ്ഞാൽ 0.4% ഇടിവ് കോർ ഇൻഡസ്ട്രീസിൽ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സമ്പദ്ഘടനയെ മുഴുവനും ബാധിക്കുന്നു. മുഴുവൻ വളർച്ചയെയും, അതായത് നമ്മളൊരു കല്ലെടുത്ത് ഒരു കുളത്തിലേക്ക് ഇട്ടാൽ അതിൻ്റെ നാനാവശത്തേക്കും അതിൻ്റെ ഇത് പോകുന്നത് പോലെ നമുക്കറിയാം. ആ പോകുന്ന പോലെ തന്നെയാണ് ഒരു കോർ ഇൻഡസ്ട്രീസിൻ്റെ വളർച്ച കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലനം രാഷ്ട്രത്തിലെ മറ്റെല്ലാ മേഖലകളിലേക്കും വ്യാപിക്കും. അങ്ങനെയാണ് GDPയുടെ ഗ്രോത്ത് കുറയും എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ എക്സ്പോർട്ടേഴ്സിന് ഒരു ആശ്വാസം കൊടുക്കുക എന്ന വിചാരത്തോടു കൂടി ഈ അടുത്ത ദിവസം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 497 കോടിയുടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് റെസിലിയൻസ് ആൻഡ് ലോജിസ്റ്റിക് ഇൻ്റർവെൻഷൻ ഫോർ എക്സ്പോർട്ട് ഫെസിലിറ്റേഷൻ. അതായത് എക്സ്പോർട്ടേഴ്സ് കയറ്റി അയച്ച ഉൽപ്പന്നങ്ങൾ, അത് ഷിപ്പിലാകട്ടെ കാർഗോയിലാകട്ടെ ഏത് തരത്തിൽ ആണ് കയറ്റി അയച്ചിരിക്കുന്നത് എങ്കിലും യുദ്ധം കാരണം തടസ്സപ്പെട്ട് കിടക്കാം. ചിലപ്പോൾ ഇപ്പോൾ ഭക്ഷ്യോൽപ്പന്നങ്ങളൊക്കെയാണ് എങ്കിൽ ചിലപ്പോൾ നാശപ്പെട്ടു പോയി എന്നും വരാം. ഏത് തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണെങ്കിലും അവർക്കൊരു ഇൻഷുറൻസ് കവറേജ്, ആ എക്സ്പോർട്ടേഴ്സിന് ഒരു ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുക. അങ്ങനെ ഒരു ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കാൻ വേണ്ടിയാണ് ഈ സാഹചര്യത്തിൽ 497 കോടിയുടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ ബജറ്റിൽ തന്നെ 2 ലക്ഷം കോടിയുടെ പദ്ധതിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ കഴിഞ്ഞ ബജറ്റിൽ, ഈ ഫെബ്രുവരി 1 അവതരിപ്പിച്ച ബജറ്റിൽ എക്സ്പോർട്ട് മേഖലയ്ക്ക് വേണ്ടിയിട്ട്. കാരണം ആ സാഹചര്യത്തിലുമൊക്കെ ഫെബ്രുവരി 1 യുദ്ധം തുടങ്ങിയിരുന്നില്ല, പക്ഷേ അപ്പോഴും അശാന്തി നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ എക്സ്പോർട്ട് മേഖലയ്ക്ക്, അതായത് അശാന്തി നിലനിൽക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ട്രംപും ഇന്ത്യയും തമ്മിലുള്ള വടംവലി എങ്ങനെയാണ് നമ്മളെ 50% താരിഫിൽ ഇട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ബജറ്റ് വരുന്നത്.
അതുകൊണ്ട് എക്സ്പോർട്ടേഴ്സിനെ സഹായിക്കാൻ വേണ്ടി വലിയ തുക മാറ്റിവെച്ചിട്ടുണ്ട്. അത് പിന്നീട് ട്രംപ് താരിഫ് കുറച്ചു കൊണ്ടുവന്നു, സഹായകമായ നിലവാരത്തിലേക്ക്, തരക്കേടില്ലാത്ത നിലവാരത്തിലേക്ക് താരിഫ് കുറച്ചു കൊണ്ടുവന്നു. എങ്കിൽ തന്നെയും ആ ഫണ്ട് എടുത്തു മാറ്റി കളഞ്ഞിട്ടില്ല. അപ്പം ആ ഫണ്ടിൽ നിന്നാകാം ഇപ്പോൾ ഈ പറയപ്പെട്ട 497 കോടിയുടെ ഒരു ഇൻഷുറൻസ് കവറേജ് പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നു. അതായത് RELIET എന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റെസിലിയൻസ് ആൻഡ് ലോജിസ്റ്റിക് ഇൻ്റർവെൻഷൻ ഫോർ എക്സ്പോർട്ട് ഫെസിലിറ്റേഷൻ. അങ്ങനെ ഒരു ഫണ്ട് 497 കോടിയുടെ. അപ്പോൾ അതായത് ഗവൺമെൻറ് മനസ്സിലാക്കുന്നു ഇപ്പോൾ എക്സ്പോർട്ടേഴ്സ് അനുഭവിക്കുന്ന ക്ലേശം പോലെ തന്നെ ഇമ്പോർട്ടേഴ്സിനും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സഹായം കൊടുക്കുന്ന ഒരു സൗകര്യം എത്രയും നേരത്തെ ഉണ്ടാകും. കാരണം ഇമ്പോർട്ടേഴ്സും വളരെ ഇപ്പോൾ ഹീലിയത്തിൻ്റെ, അമോണിയത്തിൻ്റെ ഒക്കെ കാര്യം നമ്മളിവിടെ പറഞ്ഞു. ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളെല്ലാം നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയെ സ്ട്രോങ് ആയിട്ട് നിർത്തണമെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സഹായങ്ങളെല്ലാം ഗവൺമെൻറ് ഇതുപോലെ കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കത്തക്ക രീതിയിലേക്ക് നമ്മുടെ സമ്പദ്ഘടന മാറിക്കൊണ്ടിരിക്കുകയാണ്. കോർ ഇൻഡസ്ട്രീസിൻ്റെ ഉൽപ്പാദനം തന്നെ 0.4% താഴേക്ക് പോയിരിക്കുന്നു. അതൊക്കെ നമ്മുടെ GDPയുടെ ഗ്രോത്തിനെ വല്ലാതെ അലോസരപ്പെടുത്തും, കുറയ്ക്കും. ആ കുറവ് സമസ്ത മേഖലകളിലേക്കും, അതായത് വ്യാവസായിക കാർഷിക മേഖലകളിലേക്കും ഇറങ്ങും. അങ്ങനെ സമ്പദ്ഘടനയുടെ നമ്മൾ 4 ട്രില്യൺ ഇക്കോണമി ആകാൻ വേണ്ടി വികസിത ഭാരത് എന്നൊക്കെ പറഞ്ഞ് കിതച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഇതുപോലെയുള്ള അനിഷ്ടങ്ങളൊക്കെ സംഭവിക്കുക. ഇനി ഇത് കഴിഞ്ഞാൽ തന്നെ, യുദ്ധം കഴിഞ്ഞാൽ തന്നെ താരിഫുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വീണ്ടും കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ കേരളത്തെ പറ്റി കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കേരളത്തിന് എങ്ങനെയാണ് ഈ യുദ്ധം ആഘാതമേൽപ്പിക്കുന്നത്? ഏറ്റവും കൂടുതൽ ആഘാതമേൽപ്പിക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിലെ, ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആഘാതമേൽപ്പിക്കുന്ന സംസ്ഥാനം, ഏറ്റ് വിറകൊള്ളുന്ന സംസ്ഥാനമായിരിക്കും കേരളം. എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് ഉള്ളതിൽ ഏറ്റവും മെച്ചപ്പെട്ട വ്യവസായം ഏത് എന്ന് ചോദിച്ചാൽ അത് ടൂറിസം വ്യവസായമാണ്. അപ്പോൾ ആ ടൂറിസം മേഖലയുടെ തന്നെ തലയ്ക്കേറ്റ അടിയാണ് ഈ പറയപ്പെട്ട യുദ്ധം, അതിൻ്റെ കെടുതികൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ അറബ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന 40-45 ലക്ഷത്തോളം പേർ, 1 കോടിയിൽ ചുറ്റുവട്ടത്തിലാണ് ആകെ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ. അതിൽ 40-45 ലക്ഷത്തോളം പേർ മലയാളികളാണെന്നാണ് പറയുന്നത്. അപ്പോൾ മലയാളികളില്ലാത്ത ഒരു ഗൾഫ് രാജ്യവുമില്ല. അങ്ങനെ മലയാളികളുടെ റെമിറ്റൻസ് അഥവാ അവരയക്കുന്ന പണം അതുകൊണ്ടാണ് കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമൊക്കെ ആയിട്ട് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു. ഉപഭോക്തൃ സംസ്ഥാനം ആയതുകൊണ്ട് തല ഉയർത്തിപ്പിടിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. സത്യം പറഞ്ഞാൽ ഉപഭോക്തൃ സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ വരുമാനത്തേക്കാൾ ഉപരി ഉപഭോഗത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സംസ്ഥാനമാണ്. അത് സത്യം പറഞ്ഞാൽ നാണക്കേടാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണല്ലോ. അങ്ങനെ ഉപഭോക്തൃ സംസ്ഥാനമാകാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റെമിറ്റൻസസ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മലയാളികൾ ഗൾഫ് കൺട്രീസിൽ പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് അയക്കുന്ന പണം ചെലവഴിക്കുന്നു ഉപഭോക്തൃ മേഖലയിൽ. അങ്ങനെ ഉപഭോക്തൃ കേരളമായി. അതവിടെ ഇരിക്കട്ടെ. അതിനേക്കാളൊക്കെ ഉപരി ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ രൂപയുടെ മൂല്യം ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം നമുക്കറിയാം 95 രൂപ ഈസ് ഈക്വൽ ടു $1. അതായത് നാം ഓർക്കേണ്ട ഒരു കാര്യം, നാം സ്വതന്ത്രമായ 1947 1 രൂപ വാസ് ഈക്വൽ ടു $1. അതായത് $1ൻ്റെയും $1 മൂല്യം സെയിം ആയിരുന്നു. ആ ഡോളറാണ് ഇപ്പോൾ 95 രൂപ കൊടുത്താലേ $1 കിട്ടൂ. കഴിഞ്ഞ ദിവസമൊക്കെ 94ലേക്ക്, അത് ഇത്തിരി 93ലേക്ക് പോയി, പിന്നെ അത് 94ലേക്ക് കയറി. ഇതുപോലെ 90നും 95നും ഇടയ്ക്ക് കിടന്ന് കളിക്കുകയാണ് ഡോളർ രൂപ മൂല്യം. അപ്പോൾ ആ രൂപയുടെ മൂല്യം ഇടിഞ്ഞു എന്ന് മാത്രവുമല്ല, ഗൾഫ് മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ഒരുപാട് പേരുടെ തൊഴിൽ നഷ്ടപ്പെടും. ഒരുപാട് പേരുടെയും റിട്രെഞ്ച്മെൻറ്റ്, അതായത് തൽക്കാലത്തേക്കെങ്കിലും ജോലി ഇല്ലാത്ത ഒരവസ്ഥയുണ്ടാകാം.
അതൊക്കെ കേരള ഇക്കോണമിയെ വല്ലാതെ അലോസരപ്പെടുത്തും. നമുക്കുള്ള റെമിറ്റൻസസ് വളരെ കുറഞ്ഞു പോകും. ഒരുപക്ഷെ ഇപ്പോൾ $1 ഈസ് ഈക്വൽ ടു 94 രൂപ അല്ലെങ്കിൽ 95 രൂപ എന്ന് പറയുമ്പോൾ കയ്യിലുള്ള രൂപ കേരളത്തിലേക്ക് അയക്കാൻ ഗൾഫ് മലയാളികൾക്ക് ഇഷ്ടമായിരിക്കും. കാരണം അവർക്ക് കൂടുതൽ രൂപ ഇങ്ങോട്ട് അയക്കാൻ പറ്റും. അവർക്ക് $10 അവിടെ ഉള്ളത് കയ്യിൽ വയ്ക്കുന്നതിനേക്കാൾ ഒരുപാട് നല്ലതാണ്. അത് രൂപയാക്കി ഇങ്ങോട്ട് അയച്ചാൽ ഇവിടെ കൂടുതൽ രൂപ കിട്ടും എന്നുള്ളത്. പക്ഷേ അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ. അവരുടെ കയ്യിൽ ഡോളർ വരണമെങ്കിൽ അവർക്ക് തൊഴിലുണ്ടാകണം. ആ തൊഴിൽ മേഖലയിലാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആരാംകോയിലൊക്കെ ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്ന കമ്പനി ആരാംകോയിലൊക്കെയാണ് ആദ്യ ഭാഗത്ത് തന്നെ, യുദ്ധത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പം അങ്ങനെ പല കമ്പനികളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അനുരണനങ്ങൾ കേരള സമ്പദ്ഘടനയിൽ നമുക്ക് ഈ അടുത്ത വർഷം കാണാൻ ഒക്കും. ഇപ്പോൾ ഒരു പുതിയ ഗവൺമെൻറ് വരാനിരിക്കുകയാണ്. ഓൾറെഡി കേരള ഗവൺമെൻറ് കടക്കണിയിലേക്ക് മൂക്ക് കുത്തിക്കൊണ്ടിരിക്കുന്ന വലിയ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇനിയൊരു പുതിയ ഗവൺമെൻറ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ഗവൺമെൻറ് വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്ന ഒരു പിടിവള്ളിയായിരുന്നു ഈ പ്രവാസികളുടെ പണമൊഴുക്കും ഒക്കെ. അതിന് പോലും ഇടിവ് പറ്റുന്നു എന്നുള്ളത് ഈ 2026-27 കേരള സമ്പദ്ഘടനയ്ക്ക് ഏൽക്കുന്ന ഒരു പ്രഹരമാണ്. അത് തന്നെയല്ല, ഏറ്റവും നല്ല സീസൺ, അതായത് ടൂറിസം സീസൺ, ആ ടൂറിസം സീസണിലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നു. ടൂറിസം സീസൺ അവസാനിക്കാൻ പോവുകയാണ്. ആ സാഹചര്യത്തിലാണ് നമുക്ക് ഈ വലിയ അടി പറ്റിയത്. അതുകൊണ്ട് നമുക്കറിയാം, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഈ ഫെബ്രുവരി മുതലേ അടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇന്ധനത്തിൻ്റെ ക്ഷാമം, അതുപോലെ തന്നെ എന്താ പറയുക, ഗ്യാസിൻ്റെ ക്ഷാമം, ഇതൊക്കെ നമ്മുടെ ടൂറിസം മേഖലയെ, അതുപോലെ തന്നെ എയർ ട്രാവൽ ഫെസിലിറ്റീസൊക്കെ ഈ കഴിഞ്ഞ ഫെബ്രുവരി മുതലുള്ള മാസങ്ങളിൽ ഇല്ലായിരുന്നു എന്നുള്ളതും ഒക്കെ നമ്മളെ ഒരുപാട് തരത്തിൽ നമ്മുടെ ടൂറിസം മേഖലയെ പിടിച്ച് ഉലച്ചിട്ടുണ്ട്. അത് കേരളത്തിനേറ്റ ഒരു വലിയ അടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആകെപ്പാടെ ഇന്ത്യയെ സംബന്ധിച്ചും അതുപോലെ കേരള സമ്പദ്ഘടനയുടെ GSDP, കേരളത്തിൻ്റെ ആഭ്യന്തര മൊത്ത വരുമാനം, അതിൻ്റെ വളർച്ചയിലും ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഓർക്കണം, നമ്മുടെ GSDPയുടെ 32% വരെ നൽകിയിരുന്ന മേഖലയാണ് പ്രവാസി മേഖല. റെമിറ്റൻസസ് വഴി നമ്മുടെ GSDPയുടെ 32% വരെ കിട്ടിയിരുന്നത് റെമിറ്റൻസ് വഴിയാണ്. ആ റെമിറ്റൻസ് കോവിഡ് കാലത്താണ് 24%-ലേക്ക് കുറഞ്ഞത്. പിന്നെയും അത് പച്ച പിടിച്ച് വരികയായിരുന്നു. അപ്പോഴാണ് ഇതുപോലെ ഒരു തിരിച്ചടി ഉണ്ടായത്. അതുപോലെ നമ്മുടെ GSDPയുടെ 12-15% വരെ സംഭാവന ചെയ്യുന്ന മറ്റൊരു മേഖലയാണ് ടൂറിസം മേഖല. കേരളത്തെ സംബന്ധിച്ച് ടൂറിസമാണ് അവൈലബിൾ ആയിട്ടുള്ള വ്യവസായങ്ങളിൽ ഏറ്റവും മുഖ്യമായത്, ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്നത്. ആ വ്യവസായത്തിനും ഏറ്റ കനത്ത പ്രഹരമായിരുന്നു ഈ യുദ്ധം നമ്മളെ കാണിച്ചു തന്നത്. അപ്പം കേരളത്തിനും ഇന്ത്യക്ക് പൊതുവേയും വലിയ തിരിച്ചടികൾ ഈ യുദ്ധം സൃഷ്ടിച്ചിട്ടുണ്ട്. ആഗോള തലത്തിൽ തന്നെ സൃഷ്ടിച്ച കെടുതികൾ കണക്കാക്കുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കെടുതികൾ സൃഷ്ടിക്കപ്പെട്ട, ആഘാതം ഏൽപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഇന്ത്യയാണ്, ഒരു സംസ്ഥാനം കേരളമാണ്.